ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നമ്മുടെ ദീപാവലി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദീപാവലിയായിട്ട് മാർക്കറ്റ് മൊത്തം തിരക്കാണ്. ഇത് ദീപാവലിയുടെ ഒരു ദിവസം മുന്നേ ഉള്ള ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ലൈറ്റും പടക്കം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാണ്. പടക്കത്തിൻ്റെ എല്ലാം കട, ഒരു സ്റ്റോളും മൊത്തം പടക്കത്തിൻ്റെ കടയായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇവരെ കലാപരിപാടി തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവരുണ്ടാളാണ്. ഇതെന്ത് സാധനം വെച്ചാൽ നമ്മൾ കാണാൻ കല്ലിൻ്റെ സൈസേ ഉള്ളൂ. ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ വരുന്നത്. തലയിലും ശരിക്കും പാമ്പിനെ പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ദീപാവലിയുടെ തലേ ദിവസം നമ്മുടെ ബ്ലോക്കിലുള്ളവരെല്ലാം കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചില്ലി, റൈസ്, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മളെ ബ്ലോക്കിലെ സെക്കൻഡ് ഫ്ലോറിലെ ബാൽക്കണിയാണ്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ബാക്കി എല്ലാ ക്വാർട്ടേഴ്സായാലും പടക്കം പൊട്ടിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഒരു സെൽഫി എടുത്ത് അന്നത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം, അതായത് ദീപാവലിയുടെ ദിവസം, പിന്നെ നമ്മൾ പടക്കം വാങ്ങിക്കാൻ പോയി. ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ അന്ന്. ഇത്രയും നമ്മൾ രണ്ടാമത് പോയി വാങ്ങിച്ചതാണ്. കാണാൻ ഇത്രയും ഇല്ലെങ്കിലും നല്ല റേറ്റായി. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെല്ലാം പോയി വന്നതിന് ശേഷം റെഡിയായി പുറത്ത് കോട്ടൻ്റെ പുറത്ത് വിളക്കെല്ലാം വെച്ച്. ഇതാണ് നമ്മളെ ക്വാർട്ടറിലെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത് വെള്ളം ഒഴിച്ചാൽ കത്തുന്ന ചിരാതാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ കയ്യിൽ കൊടുത്തതാണ്. ഇതാണ് കേട്ടോ നമ്മളെ ദീപാവലി ഔട്ട്ഫിറ്റ്. ശരിക്കും പറഞ്ഞാൽ കേരളക്കാർ മാത്രമാണ് ദീപാവലി ആഘോഷിക്കാത്തത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും, തമിഴ്നാട് മുതൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ദീപാവലി ആഘോഷിക്കുന്നതാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ 5 ദിവസത്തെ ഫെസ്റ്റിവലാണ് ദീപാവലി. ഇവരെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്പിത്തിരി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനമാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു കല്ല് പോലുള്ള സാധനം താഴെ ഇട്ടാൽ പൊട്ടുന്നത്. അത് ഒരുപാട് പാക്കറ്റ് മേടിച്ചു. ഇതാണ് ഇവർ ഉണ്ടാക്കിയുള്ള പണി, പൊട്ടിക്കല്. പിന്നെ നമ്മൾ മേടിച്ചിട്ട് ഫ്ലോപ്പായ ഒരു സാധനമാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന സമയത്തെ ഇതിൻ്റെ മേലെ ഭാഗം ഓപ്പൺ ആയിരുന്നു. ഇതെല്ലാം ഒട്ടിച്ച് വെച്ച് പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പൊങ്ങുന്നില്ല. ഈ സംഭവം നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, വാരണാസിയിൽ ഉണ്ടാകുന്ന സമയത്ത്. അതുകൊണ്ട് അത് ധൈര്യത്തിൽ നമ്മൾ വാങ്ങിച്ച്. പക്ഷേ ഇത്തവണ നമ്മൾ ഫ്ലോപ്പായി. അങ്ങനെ ഒരുവിധം മേൽഭാഗം ഒട്ടിച്ച് വെച്ച് എയർ പോവാത്ത വിധം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ചെറിയ ഹോളുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്നില്ല. എത്ര നോക്കിയിട്ട് മുകളിലേക്ക് പോകുന്നില്ല. ലാസ്റ്റ് അതിനെ മെഴുക് കത്തി തീർന്നു. അങ്ങനെ നമ്മളെ ക്യാൻഡിൽ സ്കൈലൈറ്റ് ഫ്ലോപ്പായി ഗൈസ്. നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ദീപാവലി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയി, അതുകൊണ്ട് ആഘോഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ ലാസ്റ്റ് പൂക്കിറ്റോടുകൂടി ഇന്നത്തെ ദീപാവലി ആഘോഷം അവസാനിച്ചതായി അറിയിക്കുന്നു ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദീപാവലി ആഘോഷം മൊത്തത്തിൽ കളറാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ദീപാവലി സ്വീറ്റ്സ് എല്ലാം കിട്ടി. നല്ലൊരു ദീപാവലി